രണ്ട് കമ്പനികൾ, അതായത് ഒന്ന് PVR ഡെവലപ്പർ, അതുപോലെ തന്നെ നല്ലംകുളം കൺസ്ട്രക്ഷൻസ്, ഈ രണ്ട് കമ്പനികളുടെ പേരിൽ വ്യാജരേഖകൾ വെച്ചുകൊണ്ടുള്ള ലോൺ എടുക്കലും അതുപോലെ തന്നെ മണി ലോണ്ടറിങ്ങിൻ്റെ, അതായത് MLP ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന രീതിയിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ED യിൽ നിന്നും വിവരം ലഭിക്കുന്നത്. EDയുടെ കൊച്ചിയിലെ യൂണിറ്റ് 2, അതായത് ഏറ്റവും കൂടുതൽ രഹസ്യാന്വേഷണം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ടീമാണ് ഈ കൊച്ചിയിലെ 2. ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. 10 സംഘമായി ED മലപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തി. അവർ രഹസ്യമായി വിവരശേഖരണം കഴിഞ്ഞ മാസങ്ങളിൽ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. PV അൻവറിന് ഒന്ന് ഈ തരത്തിലുള്ള ക്രമവിരുദ്ധമായ പണം, മറ്റൊന്ന് അയാൾക്ക് ഫണ്ട് ചെയ്തവർ, ആ ഫണ്ട് ചെയ്തവരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ആ ഫണ്ടിങ്ങിന് ഉപയോഗിച്ച പണം എന്തൊക്കെയാണ്, അത് രാജ്യത്തെ സാമ്പത്തിക ഇടപാട് നിയമങ്ങൾക്ക് വിരുദ്ധമായാണോ എന്നുള്ളത്, അതുപോലെ തന്നെ ഈ PV അൻവർ ചില ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന് നേരത്തെ തന്നെ പല ഏജൻസികൾക്കും പല ഉദ്യോഗസ്ഥർ തന്നെ പരാതി അയച്ചിട്ടുണ്ട്. അല്ലാതെ അനോണിമസായി EDക്കും അതുപോലെ IBക്കും ഒക്കെയുള്ള പരാതികളുണ്ട്. ഇത്തരം പരാതികളുടെ വിവരങ്ങളിലേക്കൊക്കെ അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. He took loans in the name of Namakkulam Constructions and PVR Developers without proper collateral എന്ന് പറഞ്ഞുകൊണ്ടാണ് EDയുടെ തന്നെ വിവരങ്ങൾ വരുന്നത്. അതായത് രാജ്യത്തെ സാമ്പത്തിക ഇടപാട് നിയമങ്ങൾ പാലിക്കാതെ PV അൻവർ സാമ്പത്തിക ഇടപാടുകൾ അനവധി നടത്തി. അതുപോലെ ബിനാമി ഇടപാടുകൾ വന്നു. ഇത്തരത്തിലുള്ള പരാതികളിലേക്കാണ് EDയുടെ ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നത്. PV അൻവർ മാത്രമല്ല, അദ്ദേഹത്തിന് പണം നൽകിയവർ ഉൾപ്പെടെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. അതിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൽ ഈ KFC ഒഫീഷ്യൽസ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. PV അൻവറിൻ്റെ മറ്റ് സുഹൃത്തുക്കൾ, ഡ്രൈവർ, അത്തരം ആൾക്കാരുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് വിവിധ ഘട്ടങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിലും അതുപോലെ PV അൻവർ, ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ കടന്നാക്രമണം നടത്തുന്ന വേളയിൽ സാമ്പത്തിക ഇടപാടുകളിൽ ചിലർ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. അത്തരം ആൾക്കാരിലേക്കും അന്വേഷണം നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ EDയിൽ നിന്നും ലഭിക്കുന്നത്.